വിഷു കുംഫു കരാട്ടേൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള വിഷുവിൻ്റെ ഒരു ക്ലാസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾക്ക് പഠിക്കാനുള്ള ബോ മെഡിറ്റേഷൻ ആണ്. ബോ എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ് പറയുക, അതാണ് പോലെ നമ്മൾ റെസ്പെക്റ്റ് ആദരവൊക്കെ ആക്കിയിട്ടുള്ളതാണ് നമ്മുടെ വിഷുവിൽ ബോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൈറ്റ് ഹാൻഡ് ഈ ഒരു രീതിക്ക് നമ്മുടെ ഫിംഗേഴ്സ് നന്നായിട്ട് മടക്കി പിടിക്കുക. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഈ വെക്കുക. സോ ഈ രീതിക്ക് നമുക്ക് കുനിയാം. അത് കുനിയാൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ് നമ്മളൊന്ന് താവുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെഡിറ്റേഷൻ ആണ്. സോ വി ഷേപ്പ് ലെഗ്, വി ഷേപ്പിൽ തന്നെ ലെഗ് വി ഷേപ്പിൽ വരിക. ആൻഡ് ബോഡി സ്ട്രെയിറ്റ് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്. നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതാണ്. ഇതോട് നമ്മൾ വലിയ നിലയിലെത്തണം എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യിക്കും. ഫസ്റ്റ് തന്നെ ടീച്ചർമാരൊക്കെ ചെയ്യിക്കുന്ന കാര്യമാണ് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ ആണ്. അപ്പം നമുക്ക് നേരെ ചെയ്ത് പോവാം. ഞാനിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹാൻഡാണ്. നമ്മളെ ഹാൻഡ് ഈ ഒരു രീതിക്ക് നമ്മൾ വെക്കുക. ഹാൻഡ് നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. ഈ ഒരു രീതിക്ക് ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. ഹാൻഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ഫേസ് വെക്കുക. അങ്ങനെ നമ്മൾ ചെയ്തത് നമ്മുടെ ഷോൾഡർ നന്നായി സ്ട്രെച്ച് ആവാനാണ്. ഇനി നമ്മൾ നെക്ക് വർക്കാണ്. ഹെഡ് വർക്ക് നെക്ക് വർക്ക് എനിക്ക് എന്താണെന്ന് പറയണമെന്നല്ല. അപ്പോൾ നെക്കിനാണ് ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആവുക. 1 2 3 ആൻഡ് 1 2 3 ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുക. സ്ലോലി ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ നെക്കിൻ്റെ ആയതുകൊണ്ട് സ്പീഡിലൊന്നും ചെയ്യാൻ ആവശ്യമില്ല. സ്ലോലി നിങ്ങൾ ചെയ്ത് വരിക. പിന്നെ നിങ്ങളാണ് സ്പീഡാക്കാം കേട്ടോ. പിന്നെ മേലോട്ട് നമ്മുടെ നെക്ക് വെക്കുക. നമ്മുടെ ഹാൻഡ്സ് പ്രസ് ചെയ്യുക. ആൻഡ് ഇത് ബാക്കോട്ട് വെക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ആൻഡ് ദെൻ ഡൗൺ. നന്നായിട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. സൈഡ് ടു സൈഡാണ് പിന്നെ ചെയ്യേണ്ടത്. ബാക്കോട്ടായിട്ട് നമ്മൾ സൈഡ് ടു സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് ലെഗിലേക്കാണ് നോക്കേണ്ടത്. ആൻഡ് നമ്മൾ ഹാൻഡ് വർക്ക് ഷോൾഡർ വർക്ക് തന്നെയാണ്. ഹാൻഡ് ഈ ഒരു രീതിക്ക് എൽബോ വന്നിട്ട് ഈ ഒരു രീതിക്ക് വെക്കുക. ലെഫ്റ്റ് റൈറ്റ് എന്നില്ല, രണ്ട് ഹാൻഡും നിങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊന്നുമില്ല. അവിടെ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കോട്ട് തിരിഞ്ഞ് കാണിച്ചു തരാം. ശരിക്കും ബാക്കോട്ട് തിരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബാക്കോട്ട് തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കാണിച്ചു തരുന്നൊന്നുമില്ല. ഇനി നമ്മൾ ബ്രീത്തിങ് ആണ്. 3 ടൈപ്പ് ഉണ്ട്. 1 ഔട്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രീത്തിങ് ഇതിൽ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ഫിംഗേഴ്സ് മേലെ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ലതാണ്. സോ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആ രീതിക്ക് നമ്മൾ ഫിംഗേഴ്സ് ലാസ്റ്റ് വരെ നമ്മൾ ഫിംഗേഴ്സ് നോക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ നൃത്തമൊക്കെ കളിക്കുന്ന രീതിക്ക് വേണം നമ്മുടെ ഫിംഗേഴ്സ് വരാൻ. അധികം ഒട്ടിയാണ് നിൽക്കരുത്. എന്നാലും നമുക്ക് കുറച്ച് ഒട്ടിയാണ് നിൽക്കണം എന്നുള്ള രീതിക്ക് നന്നായിട്ട് നമ്മൾ ഒച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് ടു സൈഡാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. നന്നായി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാമപ്പ് ഔട്ടൊന്ന്. പിന്നെ നമ്മൾ സിറ്റപ്പാണ്. ഒന്ന് ജമ്പ് ചെയ്യുന്നതിനോട് നമ്മുടെ ലെഗിനൊന്ന് വാമപ്പ് ആവും. ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്കൊന്നുകൂടി നമ്മുടെ ബോഡി ഫുള്ളൊന്ന് ഫിറ്റ്നസ് ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നല്ല ലൂസായി നമുക്ക് എല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ജമ്പ് ചെയ്യുന്നതിനുള്ള കാര്യം. നെക്സ്റ്റ് നമ്മൾ വൈഡായിട്ട് ഈ ഒരു രീതിക്ക് വെക്കുക. സോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഇത് നന്നായിട്ട് ചെയ്യുക. ഇത് ബ്രീത്ത് ചെയ്തുകൊണ്ട് ചെയ്യുക. അല്ലാണ്ട് ചെയ്യാം. നമുക്ക് വൈഡ് വെക്കുക. 1 2 3 4 നന്നായി നമ്മൾ ബ്രീത്ത് ചെയ്യുക. ലെഗ് മുതൽ നമ്മുടെ ഹാൻഡ് വന്നിട്ട് നമ്മൾ ബാക്കോട്ട് ആക്കിയിട്ട് ബ്രീത്ത് ചെയ്യുക. നോക്കണം ബാക്കോട്ട് നമ്മൾ സ്ട്രെച്ച് ആയി വികരുത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ ബാക്കോട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ ഹിപ്പിന് പ്രോബ്ലംസ് വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ബ്ലോക്കിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ് ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്റർ അപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. സെൻറ്ററിൽ കൂടെ വന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക്. നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള അറ്റാക്ക് കൊടുക്കുകയാണ്. നമ്മൾ അവർ എതിർക്കാൻ വരുന്ന കാര്യം നമ്മൾ അത് സ്ട്രോങ് ആയിട്ട് അവിടെ നിർത്തുക. സ്ട്രോങ് ആക്കുക. സെൻറ്ററിൽ കൂടെ വേണം നമ്മൾ ഹാൻഡ് പോകാൻ. 2 നേരെ വെക്കുക. ആൻഡ് 2ഉം ഒരേ ടൈമിൽ അവരുടെ പൊസിഷനിലേക്ക് എത്തുക. അത് ശ്രദ്ധിക്കുക. ഒരേ ടൈമിലായിരിക്കും 2 ആളും അവരുടെ പൊസിഷനിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ അപ്പ് ഈ ഒരു രീതിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഹെഡിന് പ്രോബ്ലംസ് വരാണ്ടിരിക്കാനാണ് നമ്മൾ അപ്പ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതി കുറച്ച് ക്രോസ് ആയിട്ട് വെക്കുക. അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക. അത് സ്ട്രോങ് ആവണം. നിങ്ങൾ നന്നായി സ്ട്രോങ് ആവുക. ഇതൊക്കെ ചെയ്യണേ നല്ല സ്ട്രോങ് വേണം. ഇനി മിഡിലാണ് ഈ ഒരു രീതിക്ക് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് നമ്മളെ ഹാർട്ടിലേക്കുള്ള അറ്റാക്ക് കുറയ്ക്കുകയാണെന്നാണ് നമ്മൾ മിഡിലാണെന്നിട്ട്
നമ്മൾ ഈ ഒരു രീതിക്ക് ഹാൻഡിന് ഈ ഒരു രീതിക്കാണ് നമ്മുടെ വലുപ്പം ഡിഫറൻസ് എന്ന് പറയുന്നത് ഷോൾഡറും നമ്മുടെ ഹാൻഡിന് ഡിഫറൻസ് വേണ്ടത്. നമ്മൾ സ്വയം രക്ഷയ്ക്കുള്ള കാര്യമായിട്ടോ അത്, അല്ലാതെ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ നമ്മുടെ നെക്സ്റ്റ് ഹാൻഡ് നമ്മൾ ഹിപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉള്ളിൽ കൂടെ മറ്റേ ഹാൻഡ് നമ്മൾ ആദ്യം ബ്ലോക്ക് ചെയ്ത് ബാക്ക് സ്ഥലത്തേക്ക് എത്തുക. ഇതേ രീതിക്ക് നെക്സ്റ്റ് ഹാൻഡ് ഇത് നമ്മൾ 1 2 ഡബിൾ ത്രിബിൾ എന്നൊക്കെ പറഞ്ഞ രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. 1 ഇത് ഡൗൺ ബ്ലോക്ക് ആണ്. 2 വരുമ്പോൾ നമ്മുടെ ചെവിൻ്റെ അടുത്തേക്ക് വേണം നമ്മുടെ നെക്സ്റ്റ് ഹാൻഡ് പോലെ. അപ്പോൾ നമ്മുടെ ഹാൻഡ് വന്നിട്ട് ക്രോസ് ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ ഹാൻഡും എല്ലാം ക്രോസ് ആയിട്ട് നെക്സ്റ്റ് ലെഗിന് അടുത്തേക്ക് പോകുന്ന കണ്ട് ഈ ഒരു രീതിക്ക് ഇതൊരു ക്രോസ് ആയിട്ട് ഈ ഒരു രീതിക്ക് വരയ്ക്കണം. നമ്മൾ ഈ ഒരു രീതിക്ക് വെക്കുക. ഹിയറിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഹാൻഡ് പോകുമ്പോൾ നെക്സ്റ്റ് ബ്ലോക്ക് ഇത് നമ്മൾ ശ്രദ്ധിക്കുക. 2 നല്ല ഫോഴ്സിൽ വേണം പോകാൻ. ബാക്ക് അറ്റാക്ക് കുറയ്ക്കുകയും ചെയ്യും, ഫ്രണ്ട് അറ്റാക്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോഴ്സിൽ ചെയ്യണം ഡൗൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. കണ്ടുകൊണ്ടേ ഈ ഒരു രീതിക്ക് വെക്കാം. സോ ഞാൻ ഒന്ന് കാണിച്ചു തരാം, ക്ലിയർ ആയി കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് കണ്ടോ, ബാക്കിൽ നിന്നുള്ള ഒരു അറ്റാക്ക് നമ്മൾ കുറയ്ക്കുകയാണ്. സ്പീഡിൽ വരുമ്പോൾ നമുക്ക് അവരെ എവിടെക്കാണ് ഹിപ്പൊക്കെയാണെങ്കിൽ ഹിപ്പ് അവർക്കൊരു ബ്ലോക്ക് ആയിട്ട് അവർക്ക് ആ ഒരു പെയിൻ ഉണ്ടാവും നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നതുകൊണ്ടൊപ്പം. അതെല്ലാം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ 10 സ്റ്റെപ്പിൽ നമ്മുടെ ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എനിക്ക് 10 സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ. 10 സ്റ്റെപ്പ് ഈ ഒരു രീതിക്ക് ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ 10 സ്റ്റെപ്പ് ചെയ്യുന്നത്. അതെല്ലാം ശ്രദ്ധിക്കണം. അവിടെ ഡൗൺ ബ്ലോക്ക് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ വിത്ത് പഞ്ച് വരുമ്പോൾ നമ്മൾ ഡൗൺ ബ്ലോക്കിൻ്റെ ഹാൻഡ് തെറ്റിപ്പോകും, ലെഗ് തെറ്റിപ്പോകും. അതുകൊണ്ട് അത് ഡൗൺ ബ്ലോക്ക് എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. എന്നോട് തെറ്റിപ്പോയൊക്കെ ചെയ്യുന്നുണ്ട്, പറയുന്നതാട്ടോ. ആൻഡ് ദെൻ നമുക്ക് 10 സ്റ്റെപ്പ് പഠിക്കാം. 1 ഇത് ലെഗ് നമ്മൾ നേരെ വെക്കാൻ പാടില്ല. അവിടെ ഞാനൊന്ന് കാണിച്ചു തന്നാൽ ഇങ്ങനത്തെ വെക്കരുത് എന്നുള്ളത്. ആൻഡ് ദെൻ നമ്മൾ ഈ ഒരു രീതി ക്രോസ് ആയിട്ട് വെക്കുക. നിങ്ങൾ ക്രോസ് ആയിട്ട് ശ്രദ്ധിക്കുക. ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ട് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യുന്ന രീതിക്ക് വേണം വെക്കാൻ. ഇത് വൈഡ് ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ടും. ഇത് യെല്ലോ ബെൽറ്റ് ആട്ടോ ഇതിൽ നമുക്ക് കിട്ടുക. വിത്ത് പഞ്ച് 1 വിത്ത് പഞ്ച് ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളോട് തെറ്റും, അതിലാരും ശ്രദ്ധിച്ച് പഠിക്കണം. ചില ടെസ്റ്റിനൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളോട് വിത്ത് പഞ്ചൊക്കെ ചെയ്തിട്ടേക്കും പറയാം. പഞ്ച് 2 ഞാൻ കാണിച്ചു തരാം. 2 എൻ്റെ ഓപ്പോസിറ്റ് മുന്നോട്ട് തന്നെ വന്നിട്ട് വിത്ത് പഞ്ച്. അതുകൊണ്ട് സിമ്പിളാണ്, ബട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കോട്ടല്ല ഓപ്പോസിറ്റ് സൈഡിലോട്ട് തന്നെ നമ്മൾ വന്നിട്ട് 3 നമ്മളിത് 2 സ്റ്റെപ്പാണ് ഒരു സ്ഥലത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഫ്രണ്ടിലോട്ട് വന്ന്. ആൻഡ് 4 വിത്ത് പഞ്ച്. ഞാൻ ചിലയിലൊക്കെയാണ് വിത്ത് പഞ്ച് ചെയ്യുന്നത്. 5 ഫ്രണ്ടിലോട്ട്, 6 ഫ്രണ്ടിലോട്ട്, 7 ബാക്കിലോട്ട് വന്നിട്ട് 7. സോ ഞാൻ ബാക്കത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാണ്. ഫ്രണ്ടിലോട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആൻഡ് നമ്മൾ വിത്ത് പഞ്ച് ചെയ്യുന്നത് ഞാൻ ചെറിയിലായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. ഫുൾ 1 സ്റ്റാർ ചെയ്താൽ നിങ്ങൾ ഫുള്ളിലായി ചെയ്യണം. ആൻഡ് ദെൻ 9 ആട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. 9 നമ്മൾ ശ്രദ്ധിക്കുക. വി ഷേപ്പിൽ ലെഗ് വരിക. ആൻഡ് ദെൻ ആ ലെഗ് ഓപ്പോസിറ്റ് ലെഗ് വന്നിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. മറ്റേ ലെഗ് ആദ്യം വലിച്ച ലെഗ് അല്ല നമ്മൾ വെക്കേണ്ടത്. അതുകൊണ്ട് ഇത് 9 നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് 10 സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. വെറും 10 സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇത് കളിക്കാൻ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് എത്താവുന്നതാണ്. ആൻഡ് 2 ഞാൻ സ്പീഡിൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ്. ആൻഡ് 4 ആൻഡ് 5 ആൻഡ് 6 അത് നന്നായി നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വേണം ചെയ്യാൻ. ആൻഡ് 7 ആൻഡ് 8 ആൻഡ് ദെൻ 9 ആണ്. ഞാനൊന്ന് ശ്രദ്ധിക്കുക. സോ ഈ ഒരു രീതിക്ക് വരിക. ആൻഡ് ഇനി ഞാൻ അപ്പോൾ ഒരു മറിയുന്ന വീഡിയോ ഒക്കെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഡിലിയ ഷെരീഫാണ്. അപ്പോൾ